ഒരു പ്രാർത്ഥനയ്ക്കും ദൈവം വിളി കേൾക്കുന്നില്ല എന്ന് കരുതിയിരുന്ന 4 രാശിക്കാർക്ക് 2025 രാജയോഗം തെളിയുകയാണ്. നിങ്ങളുടെ രാജയോഗം തെളിയുന്നത് ഇപ്രകാരമാണ്. അതായത് ജ്യോതിഷപ്രകാരം വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന 2 ഗ്രഹങ്ങളാണ് സൂര്യനും വ്യാഴവും. ഇതിൽ സൂര്യനാകട്ടെ എല്ലാ മാസവും രാശിമാറ്റം സംഭവിക്കുന്ന ഗ്രഹവുമാണ്. മാത്രമല്ല 2025 12 വർഷങ്ങൾക്ക് ശേഷം വ്യാഴം ഓരോ രാശികളിലേക്കും വീണ്ടും പ്രവേശിക്കുവാൻ നിൽക്കുകയാണ്. അതിനാൽ തന്നെയാണ് ഈ 4 രാശിക്കാർക്ക് 2025 ഷടാഷ്ടക രാജയോഗം സിദ്ധിക്കുവാൻ പോകുന്നത്. അപ്പോൾ ഈ രാജയോഗം സിദ്ധിക്കുവാൻ പോകുന്ന 4 രാശിക്കാരെ പറ്റിയും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന കാര്യങ്ങളെ പറ്റിയുമെല്ലാം ഇന്നത്തെ അധ്യായത്തിൽ നാം വിശദീകരിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. 2025 സൗഭാഗ്യം ലഭിക്കുവാൻ പോകുന്ന ഈ 4 രാശിക്കാരുടെയും ഇതുവരെയുള്ള ജീവിതം എടുത്തു നോക്കിയാൽ അവർക്ക് പരാതിയും പരിഭവങ്ങളുമാണ് കൂടുതലും എന്ന് തന്നെ പറയാം. കാരണം ജീവിതത്തിൽ സാമ്പത്തികപരമായും മാനസികപരമായും ഒരുപാട് ബുദ്ധിമുട്ടുകൾ നിങ്ങൾ നേരിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു രാജയോഗത്തിൻ്റെ ശുഭകരമായ ഫലങ്ങൾ നിങ്ങൾക്ക് വേഗത്തിൽ തന്നെ തിരിച്ചറിയുവാൻ കഴിയുമെന്നുള്ളതാണ് വാസ്തവം. ഇനി ഈ 4 രാശിക്കാർ ആരൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. 2025 ഈ ഷടാഷ്ടക രാജയോഗം സിദ്ധിക്കുവാൻ പോകുന്ന ആദ്യത്തെ രാശിക്കാർ എന്ന് പറയുന്നത് മേടം രാശിക്കാരാണ്. സൂര്യൻ്റെയും വ്യാഴത്തിൻ്റെയും ഈ രാശിമാറ്റം നിമിത്തം നിങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായി സംഭവിക്കാൻ പോകുന്നത് ദുഷ്ടശക്തികളിൽ നിന്നെല്ലാം നിങ്ങൾക്ക് ഒരു മോചനം ലഭിക്കും എന്നുള്ളതാണ്. അതായത് കണ്ണേറ്, പ്രാക്ക്, അതുപോലെ കുടുംബകലഹങ്ങൾ പോലെയുള്ള ബുദ്ധിമുട്ടുകൾ കാരണം നിങ്ങളുടെ ജീവിതം ഏറ്റവും ദുരിതപൂർണമായിരുന്നു. എന്നാൽ ഈ അവസ്ഥയിൽ നിന്നെല്ലാം ഒരു മാറ്റം വരുവാൻ പോകുകയാണ്. സന്തോഷവും മനസ്സമാധാനവും കൂടുതലായി നിങ്ങളുടെ ജീവിതത്തിൽ വരുവാൻ ഇടയാകും. ഇനി നിങ്ങളുടെ കുടുംബത്തിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായാലും അതൊക്കെ വളരെ വേഗത്തിൽ തന്നെ പ്രശ്നങ്ങൾ ഗുരുതരമാകുന്നതിന് മുൻപ് തന്നെ പരിഹരിക്കുവാൻ നിങ്ങളാൽ കഴിയും. ഇനി മേടം രാശിക്കാരുടെ സാമ്പത്തികപരമായുള്ള കാര്യങ്ങളെപ്പറ്റി പറയുവാനാണെങ്കിൽ നിങ്ങൾ ചിലവാക്കുന്നത് 50 രൂപയാണെങ്കിൽ അത് 100 രൂപയായി നിങ്ങളുടെ കൈകളിലേക്ക് തിരികെ കിട്ടും. അതായത് നിങ്ങൾ ചിലവഴിക്കുന്നതിൻ്റെ ഇരട്ടിയായി നിങ്ങളുടെ കയ്യിലേക്ക് വരുവാൻ പോകുകയാണ്. ഇങ്ങനെയൊക്കെ തന്നെയാണെങ്കിലും നിങ്ങൾക്ക് വളരെ സൂക്ഷിച്ച് പണം ചിലവഴിക്കാനും കഴിയും. പുതിയ വാഹനങ്ങളും പുതിയ വസ്ത്രങ്ങളുമൊക്കെ കൂടുതലായി നിങ്ങൾക്ക് വാങ്ങുവാനുള്ള യോഗവും കാണുന്നുണ്ട്. രണ്ടാമതായി ഈ ഒരു രാജയോഗം സിദ്ധിക്കുവാൻ പോകുന്ന രാശിക്കാർ മിഥുനം രാശിക്കാരാണ്. മിഥുനം രാശിക്കാർക്ക് 2025 തുടങ്ങുന്നത് മുതൽ എങ്ങനെയാണ് അവരുടെ കയ്യിലേക്ക് വരുന്ന പണം നല്ല രീതിയിൽ വിനിയോഗിക്കേണ്ടത് എന്നുള്ള കാര്യത്തെപ്പറ്റി വ്യക്തമായ ധാരണയുണ്ടാകും. അതിനാൽ തന്നെ അവരുടെ കയ്യിൽ നിന്ന് അനാവശ്യമായി പണം നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാകില്ല. എന്നിരുന്നാലും പണം കടം കൊടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. പ്രത്യേകിച്ച് ബന്ധുക്കൾക്കൊന്നും കടം കൊടുക്കാതിരിക്കുക. നിങ്ങളുടെ ഇപ്പോഴുള്ള ജോലിയിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ കാണുന്നുണ്ട്. എന്നിരുന്നാലും പുതിയ നല്ല ജോലികളിലേക്ക് പ്രവേശിക്കുവാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയമായിരിക്കും ഇതെന്ന് പറയുന്നത്. ഈ ഒരു രാജയോഗം നിങ്ങളിലേക്ക് വരുന്നതിനാൽ എന്തുകൊണ്ടും മിഥുനം രാശിക്കാർക്ക് 2025 തുടങ്ങുന്നത് മുതൽ സാമ്പത്തികപരമായി വളരെ മെച്ചപ്പെട്ട രീതിയിലുള്ള കാലമായിരിക്കും തുടങ്ങുന്നത്. മാത്രമല്ല നിങ്ങൾ ചെയ്യുന്ന എന്തൊരു കാര്യവും ശുഭകരമായി തന്നെയായിരിക്കും പര്യവസാനിക്കുക. ഈ ഒരു ഷടാഷ്ടക രാജയോഗത്തിൽ സൗഭാഗ്യങ്ങൾ സിദ്ധിക്കുവാൻ പോകുന്ന 3ാമത്തെ രാശിക്കാർ എന്ന് പറയുന്നത് തുലാം രാശിക്കാരാണ്. തുലാം രാശിക്കാർക്ക് സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചകൾ എന്ന് വെറുതെ പറയുവാൻ കഴിയില്ല. അവർ മുടക്കുന്നതിന് 3 ഇരട്ടിയായാണ് അവർക്ക് തിരികെ ലഭിക്കുവാൻ പോകുന്നത്. വളരെ കാലമായി വസ്തു കച്ചവടമൊക്കെ തടസ്സപ്പെട്ട് കിടന്നിരുന്ന ആളുകൾക്ക് ഈ ഒരു രാജയോഗം വരുന്നതിലൂടെ
വസ്തു വിൽപ്പനയൊക്കെ വളരെ നല്ല രീതിയിൽ നടക്കുവാനും അതിൽ നിന്ന് അവർക്ക് നല്ല രീതിയിലുള്ള സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കുവാനും ഒക്കെ സാധിക്കുന്ന സമയം തന്നെയാണ് ഇത്. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഏത് പ്രതിസന്ധിയാണെങ്കിലും അതിനെ വളരെ ലളിതമായ രീതിയിൽ കൈകാര്യം ചെയ്യുവാൻ നിങ്ങളാൽ കഴിയും. വിവാഹ തടസ്സങ്ങളൊക്കെ നേരിട്ട് കൊണ്ടിരുന്ന ആളുകൾക്ക് അതൊക്കെ മാറി നല്ല രീതിയിൽ വിവാഹ ആലോചനകൾ വരികയും വിവാഹങ്ങൾ നിശ്ചയിക്കുകയും വിവാഹം കഴിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുകയും ഒക്കെ ചെയ്യും. മാത്രമല്ല തുലാം രാശിക്കാർക്ക് വിദേശവാസത്തിനുള്ള ഭാഗ്യവും ലഭിക്കുവാൻ പോവുകയാണ്. അതായത് നിങ്ങൾ വളരെ കാലമായി വെളിനാടുകളിലൊക്കെ പോയി ജോലി ചെയ്യണമെന്നും പഠിക്കണമെന്നുമൊക്കെ ആഗ്രഹിച്ചിരുന്ന ആളുകൾക്ക് തടസ്സങ്ങൾ ഉണ്ടായിരുന്നതൊക്കെ നീങ്ങുവാൻ പോവുകയാണ് ഈ ഒരു സമയത്ത്. ഇപ്രകാരം നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കുന്നതിനാൽ തന്നെ നിങ്ങളുടെ മാനസികമായ ആരോഗ്യവും സന്തോഷവുമെല്ലാം വളരെ മികച്ച രീതിയിലായിരിക്കുമുള്ളത്. നാലാമതായി ഈ ഒരു രാജയോഗം സിദ്ധിക്കുവാൻ പോകുന്ന രാശിക്കാർ മകരം രാശിക്കാരാണ്. മകരം രാശിക്കാരെ പറ്റി പറയുകയാണെങ്കിൽ സാമ്പത്തികമായ നേട്ടങ്ങൾ അതിൻ്റെ ഉച്ചസ്ഥായിയിലായിരിക്കും. ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ലാഭങ്ങൾ കൊയ്യുവാൻ സാധിക്കുന്ന ഒരു സമയമാണ് വരുന്നത്. അതുപോലെ തന്നെ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ പഠനത്തിൽ പുതിയ പുതിയ തലങ്ങളിലേക്ക് ഉള്ള ഉയർച്ചകൾ കൈവരിക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾ വളരെ കാലമായി ആഗ്രഹിച്ചിരുന്ന വസ്തുക്കളൊക്കെ വാങ്ങുവാനുള്ള യോഗവും വരുന്നുണ്ട്. അത് വസ്തുവകകളാകാം, വസ്ത്രങ്ങളാകാം, അതുപോലെ വിലപിടിപ്പുള്ള വസ്തുക്കളൊക്കെ നിങ്ങൾ വാങ്ങുന്നത് കൂടാതെ നിങ്ങൾക്ക് സമ്മാനമായി ലഭിക്കുമെന്നും ഫലത്തിലുണ്ട്. അതുപോലെ തന്നെ സർക്കാർ ജോലികളിലൊക്കെ കയറുവാനായി വളരെ കഷ്ടപ്പെട്ട് പ്രയത്നിച്ചുകൊണ്ടിരുന്ന ആളുകൾക്കൊക്കെ 2025 നിങ്ങൾക്ക് സർക്കാർ ജോലി ലഭിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലായി കാണുന്നു. സൂര്യൻ്റെയും വ്യാഴത്തിൻ്റെയും ഈ രാശിമാറ്റത്തിൽ ഈ പറഞ്ഞ രീതിയിലുള്ള സൗഭാഗ്യങ്ങളെല്ലാം ലഭിക്കുവാൻ പോകുന്നത് ഈ മേടം, മിഥുനം, തുലാം, മകരം രാശിക്കാർക്കാണ് എന്നുള്ളത് കൊണ്ടാണ് ഈ 4 രാശിക്കാരുടെ കാര്യം പ്രത്യേകം പറഞ്ഞിരിക്കുന്നത്. ഈ ഐശ്വര്യങ്ങളും ഭാഗ്യങ്ങളുമെല്ലാം നിങ്ങളിലേക്ക് വന്നു ഭവിക്കട്ടെ. ഈശ്വരൻ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പേരുകൾ സഹിതം അതൊന്ന് എഴുതി അറിയിക്കുക. നാം നമ്മളുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലുമെല്ലാം നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.